നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 153-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ P.A. ബക്കറിനെ കുറിച്ചിട്ടാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വലിയ സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുന്നിൽ ഓടിയെത്തുന്നത് ചുവന്ന വിത്തുകളാണ്. ചുവന്ന വിത്തുകൾ എന്ന ചിത്രമാണ്. കബനി നദി ചുമന്നപ്പോൾ, മണിമുഴക്കം എന്നീ ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ്. ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോഴും ചുവന്ന വിത്തുകളിലെ ഓരോ ഫ്രെയിമും മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. എക്കാലത്തെയും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളായ ശ്രീ P.A. ബക്കറിനെ ഞാൻ കാണുന്നത് പട്ടത്ത് താമസിക്കുന്ന അവസരത്തിലാണ്. സിനിമാ ബ്രഹ്മവുമായി കാണുന്നവരോടെല്ലാം ചാൻസും ചോദിച്ച് എന്നെ അസിസ്റ്റൻ്റായിട്ട് നിർത്തുമോ എന്ന് പറഞ്ഞു നടന്ന ഒരു കാലം. ദൈവദോഷം പറയരുതല്ലോ. ശ്രീ P.A. ബക്കറിനെ കണ്ടപ്പോഴും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എങ്കിലും ആ പെരുമാറ്റം മനസ്സിൽ ഇന്നും ഓർമ്മിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ വിത്തുകളാണ് പാകിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ഞാൻ സൂചിപ്പിക്കാം. 1940 തൃശ്ശൂരിൽ ജനിച്ചു. രാമു കാര്യട്ടിൻ്റെ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ശ്രീ P.N. മേനോൻ സംവിധാനം ചെയ്ത റിയലിസ്റ്റിക് ചിത്രമായ ഓളവും തീരവും എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായി. 1975 കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രം സംവിധാനം ചെയ്തു. 1976 കബനി നദി ചുവന്നപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ഒപ്പം ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡും ലഭിച്ചു. മണിമുഴക്കം, ചുവന്ന വിത്തുകൾ, സംഘഗാനം, ചാപ്പ, നിരവധി ചിത്രങ്ങൾ, നിരവധി അവാർഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. 1993 നവംബർ 22 ശ്രീ ബക്കർ തൻ്റെ 53-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം മണിമുഴക്കത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. ആദ്യമായി കാണാൻ ചെല്ലുമ്പോൾ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് ഉമ്മർത്തിരിക്കുന്നു. ഇന്ന് ആ വീട് ഏതാണെന്ന് ഓർമ്മയില്ല. കാലങ്ങളുടെ ദൈർഘ്യത്താൽ അവൻ മറന്നുപോയി. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ, ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വരാന്തയിൽ ഒരു ചാരുകസേരയിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കടന്നു ചെന്ന് നമസ്കാരം സാർ എന്ന് പറഞ്ഞാൽ വരൂ കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാം കേട്ട് ഒന്ന് ചിരിച്ച് താടിയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട്, അപ്പോൾ തനിക്കും സംവിധായകനാണ് അല്ലേ എന്താണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എല്ലാം ശ്രമമാണ്, നടക്കാതിരിക്കാം. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഞാനും ചിരിച്ചു. എന്താ ചിരിക്കണേ?
സാറിനെ പറ്റില്ലെങ്കിൽ വേണ്ട എന്ന് എൻ്റെ മനസ്സും പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ ഉറക്കെ എന്ന് ചിരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അഭിനയിക്കുകയൊന്നും വേണ്ട, സാറിൻ്റെ ഈ ചിത്രത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എന്നെ കൂടി ഒന്ന് കൂട്ടിയാൽ നന്നായി. അതിനുള്ള എന്ത് എലിജിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? മനസ്സിൽ തോന്നിയ പറഞ്ഞാൽ വിഷമമാവില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. എലിജിബിലിറ്റി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. കഴിവ്, പരിശ്രമം, പിന്നെ അതിനുള്ള സാഹചര്യമൊരുക്കൽ, ഇതെല്ലാം നോക്കിയും കണ്ടും നമ്മൾ പഠിക്കും. അതിനുള്ള അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസവുമുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. അതിനും വേണ്ട വിദ്യാഭ്യാസമുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ അഭ്യാസമല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിരിച്ചു. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വരാന്തയിലെ ആ കസേരയിലിരിക്കുകയാണ്. ഞാനും കൂടെ ഇറങ്ങി. ഏയ് ഇരിക്കൂ ഇരിക്കൂ, ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അറുത്തു മുറിച്ച പോലെയാണല്ലോ മറുപടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രതികരിച്ചതാണ്. തെറ്റായിട്ടോ ഹുങ്കായിട്ടോ ഒന്നുമല്ല. ഒരാളിന് ഒന്നിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹം തോന്നിയാൽ പരിശ്രമിക്കുക, പലരെയും കണ്ട് പറയുക. സ്വന്തമായി ചെയ്യാൻ ഉള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പടിയേറി ആ കസേരയിൽ ഇരുന്നിട്ട് എന്നെ ഒന്ന് നോക്കി. ഡയലോഗ്സൊക്കെ എഴുതി തന്നാൽ നന്നായി വായിച്ച് മനസ്സിലാക്കി കൊടുക്കുമോ ആർട്ടിസ്റ്റുകൾക്ക്? ട്രോളി ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ട്രോളി ഒന്ന് ഉന്താനൊക്കെ പറഞ്ഞാൽ ഉന്തുമോ? എന്ന് വെച്ചാൽ എൻ്റെ സെറ്റിൽ എനിക്ക് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊരു വലിയ പ്രോജക്റ്റ്, കൊച്ചു പ്രോജക്റ്റുകളാണ്. അപ്പോൾ അതിനൊക്കെ കഴിയുമോ എന്നുകൂടി അറിയണമല്ലോ. വെറുതെ അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഏതൊക്കെ ചിത്രം കണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ചുവന്നതുകൾ ആണ് തുടക്കം. അതിൽ ശാന്തകുമാരി ഇങ്ങനെ ഒരു റോഡിൻ്റെ അങ്ങേ തലയ്ക്കലിരിക്കുന്നു. അങ്ങേ തലയ്ക്കൽ നിന്നും ക്യാമറ ട്രോളിംഗ് ഷോട്ട് അങ്ങറ്റം വരെ ചെല്ലുമ്പോൾ കൂനി പിടിച്ചിരിക്കുന്ന മഞ്ഞ് പെയ്യുന്ന പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ശാന്തകുമാരി ഇരുന്ന് വിങ്ങുന്ന ഒരു രംഗം. അതാണ് എൻ്റെ മനസ്സിൽ. അത് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നത്. സാറിൻ്റെ ചിത്രത്തിൽ ഒന്ന് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്താൽ കൊള്ളാമെന്നൊരു മോഹം. ഓ അതെയോ, കബനി നദി ചുവന്നപ്പോൾ കണ്ടുവോ? നമ്മൾ കണ്ടു. അതും ഇതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? നമ്മുടെ സംശയം എന്ത്? ചുവന്ന വിത്തുകൾ തന്നെയാണ്. അതിലെ ഓരോ ഫ്രെയിംസും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒരു അരമണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ മണിമുഴക്കം തുടങ്ങുകയാണല്ലോ, അതിലെന്നെ വിളിക്കുമോ? ഞാൻ ആലോചിക്കട്ടെ, നിങ്ങളൊരു 5 ദിവസം കഴിഞ്ഞ് ഇവിടെ വരൂ. തൊഴുകൈയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷമായി തോന്നി. ചിറകടിച്ച് പറക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. 1, 2, 3, 4, 5 എന്നീ ദിനങ്ങൾ എണ്ണി 5-ാം ദിവസം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മറത്ത് അദ്ദേഹമില്ല. ഞാനവിടെ വാതിൽക്കൽ കാത്തു നിന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരുന്നു. വെള്ള ഷർട്ടിൽ വളരെ കുഞ്ഞ് കറുത്ത സ്പോട്ടുള്ള ഒരു ഷർട്ടും
മുണ്ടും കൊടുത്ത് വന്നു. ആ ശരവണ്ണോ, കയറിയിരിക്കൂ. അഞ്ച് ദിവസം കഴിഞ്ഞ് വരൂ എന്നപ്പോൾ കറക്റ്റ് 5 ദിവസം കഴിഞ്ഞ് വന്നു അല്ലേ? ഉത്തരവാദിത്വ ബോധമുള്ള ഓരോരുത്തരും അങ്ങനെയാണ് സാർ. ഒന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ള നിഷ്ഠയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അതെയോ? അപ്പോഴും അതിശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ അദ്ദേഹം അകത്ത് പോയി എന്തൊക്കെ ബുക്കോ ഡയറിയോ എന്തൊക്കെ എടുത്തു. തിരിച്ചും മറിച്ചൊക്കെ നോക്കിയപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതില്ല. കാരണം ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു. ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരവണ, ഞാൻ അറിയിക്കാം, അടുത്ത മാസം ഒരു 5-ാം തീയതി വരൂ. ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും കൗണ്ട് ഡൗൺ തുടങ്ങി. ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ വീണ്ടും ഞാൻ ആ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം വളരെ ക്രോധനായാണ് കണ്ടത്. ആരുടെയൊക്കെ ഫോൺ സംസാരിച്ചിട്ട് ഫോൺ വെച്ച് ആ ഭാവവും ആ നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. എന്താ ചിരിക്കുന്നത് ശരവണ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാർ. അല്ല എന്നാലും പറയൂ. ഞാൻ പറഞ്ഞു സാറിൻ്റെ ആ ഭാവം കണ്ടപ്പോൾ സൂം ടു ക്ലോസ് എന്ന് എനിക്ക് തോന്നി. ആ ദേഷ്യഭാവം മാറി ഒന്ന് ഉറക്കെ ചിരിച്ചു. നീ ആൾ മിടുക്കനാണല്ലോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ടു. നീ മിടുക്കനാണെന്ന്. നമ്മുടെ സന്തോഷം. സാർ ഇന്ന് വരാനാണ് എന്നോട് പറഞ്ഞത്. ഇത് എത്ര തവണയാണ് വരുന്നത്? നമ്മുടെ ഇത് 3-ാമത്തെ തവണയാണ്. നടന്നാണോ ബസ്സിലാണോ വന്നത്? നമ്മൾ ചിലപ്പോഴൊക്കെ നടന്നു വരാറുണ്ട്. ബസ് കിട്ടുമ്പോൾ ബസ്സിൽ കയറി പോകാറുണ്ട്. ഇപ്പോഴും വന്നത് ബസ്സിലാണ്. എങ്കിൽ ഞാനിപ്പോൾ നിന്നോട് പറയുന്നു, ഞാൻ അറിയിക്കാം, ഇനി ചാൻസിന് വേണ്ടി എന്നെ വന്ന് ശല്യപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതിഭയങ്കരമായ ഒരു ഇടിമിന്നൽ പ്രഹരം പോലെയാണ് തോന്നിയത്. ആ ജാള്യത, ആ തോന്നൽ പുറത്ത് പ്രകടമാക്കാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി വരില്ല സാർ. അങ്ങയെ ശല്യം ചെയ്യാൻ ഇനി ഞാൻ വരില്ല. ഏതേലും കാലത്ത് അങ്ങയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ വരാം. വരട്ടെ സാർ എന്ന് പറഞ്ഞ് തൊഴുകയോടെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാണ്ടായി. ഭയങ്കരമായ വിഷമം. ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മുഖമെല്ലാം വല്ലാണ്ടായി. ചുണ്ടുകൾ വിറച്ചു. ശരവണ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഞാനത് കേട്ടു. തിരിഞ്ഞു നോക്കാതെ ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങി. ഗേറ്റിൻ്റെ വാതിൽ കുറ്റിയിടുമ്പോൾ പെട്ടെന്ന് ഷിബക്കർ അടുത്തേക്ക് നടന്നു വന്നു. ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ ഞാൻ റോഡിലൂടെ നടന്നു മറഞ്ഞു. ഏറെ ദൂരെ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും അദ്ദേഹം ആ പടിയിൽ, ആ വീട്ടുനടയിൽ നിൽപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ അവസാനമായി ബക്കറിനെ കാണുന്നത്. അന്നും ഞാൻ സംവിധായകനായില്ല, അസിസ്റ്റൻ്റായില്ല. ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ ഒരു പുളിപ്പുമില്ലാതെ പറയുകയാണ് എന്ന് വിചാരിക്കരുത്. എത്രയോ തവണ നമ്മൾ വീഴുമ്പോഴാണ് നമ്മൾ നടക്കാൻ പഠിക്കുക. എത്രയോ തവണ നന്നായി നടക്കുമ്പോഴാണ് നമ്മൾ ഓടാൻ പഠിക്കുക. ആരുടെ മുന്നിലും ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം വേണം, അല്ലെങ്കിൽ 10 രൂപ വേണം എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നില്ല.
നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ദൈവഹിതത്താൽ അദ്ദേഹത്തോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. 2 ഡോക്യുമെൻ്ററികളും 3 ഷോർട്ട് ഫിലിമുകളും വിദേശത്ത് വെച്ചും സംവിധായകൻ എന്നുള്ള പേരിൽ മേലങ്കി അണിഞ്ഞ് ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യം തന്നെയാണ്. 5 ചെറിയ ചിത്രങ്ങളെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല, അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും. അപ്പോൾ സംവിധായകൻ എന്നുള്ളൊരു മേലങ്കി ചെറുതാണെങ്കിൽ നമുക്ക് വയ്ക്കാൻ കഴിയും. കാലത്തിൻ്റെ വള്ളിപ്പടർപ്പിൽ നമ്മൾ പടർന്ന് കയറുമ്പോഴും എപ്പോഴെങ്കിലും ഒരു മുറിഞ്ഞുപോക്കൽ സ്വാഭാവികം. ഇന്നും മണിമുഴക്കവും കബനിനത് ചുവന്നപ്പോഴും ചുവന്ന വിത്തുകളും, ഇതിനെല്ലാം ഉപരി ഓളവും തീരവും എന്ന ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എന്നുള്ള നിലയിലും അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇന്നും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും മലയാള ചലച്ചിത്ര ശാഖയിൽ തങ്കലിപികളാൽ കൊത്തിവയ്ക്കപ്പെട്ട ഒരു സംവിധായകൻ്റെ നാമമാണ് P.A. ബക്കർ. അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തുമായിട്ടുള്ള ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.